മോനെ ചായപ്പിന്റെ അവിടെ ഇരുന്ന് കളിക്കാതെ വാ വീടിനകത്തോട്ട് വാ. ഞാൻ ഇവിടെ നിന്ന് കളിക്കാം, അമ്മമ്മ പോ. മോനെ സന്ധ്യയായി, ഇപ്പം 7 മണിക്ക് ആറായി. അകത്ത് കയറ്. പോക്കൂരാക്കുള്ള സമയം ഇപ്പോഴും. ഈ സമയത്തൊന്നും വെളിയിറങ്ങിയിരിക്കരുത്, പേടിക്കും ഓരോന്നെ കണ്ട്. ഇല്ല അമ്മമ്മ പോ, ഞാൻ ഇരുന്ന് കളിക്കുക. എന്നാ പറയുന്ന അനുസരിക്കണ്ട, ഞാൻ പോവാ. ആ കൊച്ചി കൊത്താനവരം കല്ലേ കൊറ്റവരും കൊറ്റ് തീപ്പ് വെള്ളം. ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കളിച്ചപ്പോൾ എനിക്കാണെങ്കിൽ അത് പാടാൻ അറിയത്തില്ലായിരുന്നു. അതെല്ലാവർക്കും അറിയായിരുന്നു. ഞാനിത് കാണാൻ പഠിക്കൂട്ടിരുന്നു. ആ കൊച്ചി കൊത്താനവരം കല്ലേ കൊറ്റവരും കൊറ്റ് തീപ്പ് വെള്ളം താറാ. എന്തായിരുന്നു? അയ്യോ എന്താ താറാ മക്കളെ. ഓ എന്തൊരു തേങ്ങയായിരുന്നു. ഡൗട്ട് ചോദിക്കാൻ ആരും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അറിയാവുന്ന പോലെ പാടി പഠിക്കാം. ആ കൊച്ചി കൊത്താനവരം സൗന്ദര്യം ഇച്ചിരി കുറഞ്ഞ പോലെ ഇരിക്കുന്നു. എത്ര ദിവസമായി ഫേഷ്യലൊക്കെ ചെയ്തിട്ട്. ഈ അമ്മ എനിക്ക് ബ്യൂട്ടി പാർലർ ഇട്ടിട്ടാണെങ്കിൽ എന്റെ മൂത്താങ്കി ഒന്നും വെട്ടി തരത്തില്ല. മുഖം ആകെ കരിവാളിച്ചിരിക്കുവാണല്ലോ. അമ്മ വരുമ്പോ പറയാം എനിക്കൊന്ന് ഫേഷ്യൽ ഇട്ടേരാന്. മോളെ എന്തുവാണ് ഒറ്റയ്ക്ക് സംസാരം? ആഹാ ബ്യൂട്ടി വന്നോ? ഇന്ന് നേരത്തെ ഞാനും കടയടച്ചു മോളെ. അവിടെ ഇന്ന് തിരക്ക് കുറവായിരുന്നു, അതുകൊണ്ട് ഞാനും അടച്ചു. അതെന്താണ് ഇന്ന് തിരക്ക് കുറഞ്ഞത്? ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ മോളെ, എല്ലാവരും ഓഫീസിലൊക്കെ പോയപ്പോല്ലേ. അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾ വരും. ഹോളിഡേ ഒക്കെ സൺഡേ, സെക്കൻഡ് സാറ്റർഡേ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾ വരും. അന്നേരം ഞാൻ പിന്നെ 8-9 മണിയാകുമല്ലോ ഇവിടെ വരുമ്പോഴും. ഇന്ന് പിന്നെ അങ്ങ് വർക്കിംഗ് ഡേ ആയിട്ട് നേരത്തെ അടച്ചു. മോക്ക് ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടിരിക്കുക മുഖം. ഇല്ല എന്റെ മുഖം ആണെങ്കിൽ ഇപ്പൊ കരിവാളിച്ചിരിക്കുക. ഇപ്പൊ ചെറുതായിട്ടൊക്കെ മുഖക്കുരൊക്കെ വന്നു തുടങ്ങി. അമ്മേ എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്ത് തരും ഇപ്പൊ. അയ്യോ ഞാനിപ്പോൾ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ മോളെ കടയിൽ നിന്ന്. എനിക്കിനി ഫ്രഷ് ആവണം. അതിനെന്താ ഇപ്പൊ ഫേഷ്യൽ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണോ? ഞാനിപ്പോ റെഡി ആയിട്ട് ഇവിടെ കിടക്കാം. അമ്മ ഇനി കുറച്ച് നേരം ഫേഷ്യൽ ചെയ്യും. എന്നാ ഫ്രൂട്ട്സിന്റെ ഫേഷ്യൽ ചെയ്ത് തരാം. ഫ്രൂട്ട്സിന്റെ വേണ്ട അമ്മ. അമ്മ എനിക്ക് ഇന്നലെ ആണെങ്കിൽ ഒരു ചേച്ചിക്കാണ്, ഞാൻ അവിടെ ബ്യൂട്ടി പാർലർ വന്നപ്പോഴെങ്കിൽ ഒരു ചേച്ചിക്ക് മുഖത്താണെങ്കിൽ ചെയ്ത് കൊടുത്തിട്ട് ഒരു കറുപ്പ് കളറിലെ. അത് ആ ചേച്ചിക്ക് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മുഖമായിട്ടിരുന്ന് ഇഷ്ടപ്പെട്ട്. അപ്പോഴേ ഞാൻ ഓർത്തായിരുന്നു എന്റെ മുഖത്തൊന്നും ചെയ്യണമെന്ന്. അതോ അത് ചാർക്കോള്, അത് കരിയും കൊണ്ടുള്ള മോളെ ഫേഷ്യൽ. അത് നല്ലതാണ് ചെയ്യുന്നത് മുഖത്ത്. മോക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ പെണ്ണീട്ട് പിന്നെ മുഖം നല്ലപോലെ കരിവാളിച്ചൊക്കെ ഇരിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാനത് ചെയ്തത്. മോക്കിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലടാ. വേണ്ട അമ്മേ പ്ലീസ്, എനിക്ക് അത് കഴിയുമ്പോൾ നല്ല തിളക്കമൊക്കെ മുഖത്തിന്. എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഫേഷ്യൽ. എന്നാ ഇങ്ങോട്ട് കിടക്ക്, ഈ കട്ടിലോട്ട് നിവർന്ന് കിടക്കും മോളെ. ഞാൻ ആ സാധനം എടുത്തുകൊണ്ട് വരട്ടെ. കുറച്ചുകൂടെ സുന്ദരിയായിട്ട് വേണം ജിങ്ങിയുടെ മുമ്പിലൊന്ന് വരസാനും. മോള് റെഡി ആയിട്ട് കിടന്നോ? ഇത് ചായയല്ല, കപ്പിനകത്ത് ഞാൻ സാധനം കലക്കിയതാ. അയ്യോ ഇത് ഞാൻ ചായ കുടിക്കുന്ന കപ്പല്ലേ അമ്മേ? പൊടി, ഞാൻ അതെടുക്കൂ. ഇത് വേറൊരു കപ്പ. എടാ കുട്ടു, നീ തിരക്കോടാ അവിടെ രാത്രി ഇരുന്ന്. ഞാൻ പാട്ട് പഠിക്കുക, എന്നെ ശല്യം ചെയ്യില്ലേ? പാട്ടോ? എന്ത് പാട്ട്? ഇതാണോ പാട്ട്? ഇതെന്ത് പഠിക്കാൻ മാത്രം എന്തോ ഉണ്ടായി? നിങ്ങളൊക്കെ ഇന്നലെ പാടി തകർത്തില്ലേ? എനിക്കറിയത്തില്ലായിരുന്നല്ലോ. ഞാൻ തന്നെ ഒന്ന് പാടി പഠിക്കുക. ചേച്ചി പോകോ. രാത്രി അവിടെ ഇരിക്കുന്ന കൊള്ളാം. പിന്നെ അത് കണ്ട് പേടിച്ച് ഇത് കണ്ട് പേടിച്ചെന്ന് പറയരുത്. എന്റെ അമ്മൂമ്മ വന്ന് പറഞ്ഞു ഞങ്ങളോട് കുട്ടുവാങ്ങി അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ കളിക്കുവാന്ന്. രാത്രി ഒന്ന് പേടിച്ച് കരയുന്നൊക്കെ അമ്മൂമ്മ വന്നിപ്പോ പറഞ്ഞേ ഉള്ളൂ. എനിക്ക് പേടിയൊന്നുമില്ല, പോ പോ പോ. ചെയ്ത് കഴിഞ്ഞ്. എനിക്കാണെങ്കിൽ ജോലിക്ക് പോയിട്ട് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭയങ്കര ക്ഷീണമാണ്. ഒരു കാര്യം പറയട്ടെ, മുഖം കണ്ട് പേടിക്കല്ലേ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആരും പേടിച്ചു പോവും. ഞാനിപ്പോ കുളിക്കട്ടെ. പേടിച്ചല്ലേ? ഇത് അമ്മിണി. മുഖം കഴിയാൻ നിന്റെ ശരിയാക്കും. ഞാൻ ഇത്ര നേരം കൊണ്ട് കഷ്ടപ്പെട്ടാണ് ഇട്ട് തന്നത്. അത് ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ക്ഷീണമായിരുന്നു എനിക്ക്. എന്നിട്ട് വരെ ഞാൻ ഫേഷ്യൽ ചെയ്ത് തന്നതാ. ഇനിയിപ്പോൾ അടുത്ത് ഉടനെ കഴുകി കഴിഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? ചെയ്തത് വെറുതെ ആവില്ലേ? ഇപ്പൊ കഴിയണ്ട, ഇനി ഒരു 20 മിനിറ്റ് ആയിട്ട് കഴിയാൻ മതി കേട്ടോ. ചതിയാകും അറിഞ്ഞില്ല. ഞാൻ കുറെ പഠിച്ചെടുത്തല്ലോ. ഒറ്റയ്ക്ക് പാടിപ്പാടി എന്താ ഇത്രയും പഠിച്ചെടുത്ത്. എല്ലാവരും നാളെ പൊട്ടിക്കും ഞാൻ. കുട്ടുമനെന്താ അവിടെ ഇരുന്ന് കളിക്കുന്നേ? പാട്ട് പാടി കളിക്കുന്നവൻ. അക്കൊത്തിക്കുത്താനാരമ്പോ അതിനോ കളിക്കുന്നേ? ഇതെന്ന് ഒറ്റയ്ക്കിരുന്നതിന് അക്കൊത്തിക്കുത്താനാരമ്പ് കളിക്കുന്നത്? എടാ കുട്ടു, നീ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നേ? അതാരാ? എന്താണ് നീ കളിക്കുന്നേ? അയ്യോ ഞാൻ എന്റെ മുഖത്ത് വരട്ടെ കാര്യം മറന്നുപോയി. അവൻ എന്നെ കണ്ട് പേടിച്ചെന്ന് തോന്നുന്നു. ഇവിടെ നോടിക്കളയാം, അല്ലെങ്കിൽ എനിക്ക് വഴക്ക് കേൾക്കും. ടിവിയുടെ മോളിൽ വെച്ചിരുന്ന് കൂട്ടിയേക്കും. നിങ്ങൾ രണ്ടാളും ഇരുന്ന് കണ്ടോളുക. എനിക്ക് അടുക്കള ആരൊന്നും കേൾക്കണം, ഞാൻ അവിടെ ജോലിയാ. സൗണ്ട് കൂട്ടണോ ടിവിയുടെ? കുറച്ച് കൂട്ടിയേക്കമ്മേ. അപ്പൊ ഞാൻ കുട്ടുമ്പോൾ ഒറ്റയ്ക്ക് വെളിയിരുന്ന് കളിക്കും. ഇതുവരെ വന്നില്ലല്ലോ. ഞാനതുകൊണ്ടാ ടിവിയുടെ സൗണ്ട് കുറച്ച് വെച്ചത്. അവനെങ്കിൽ വെളിയിരുന്ന് കളിക്കും പറ്റുമോ? എന്തെങ്കിലും സൗണ്ടോ ഒച്ചയോ എല്ലാം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കത്തില്ല. അതുകൊണ്ട് ടിവിയുടെ മോളിൽ ഞാൻ ഒന്നാമത് കുറച്ച് വെച്ചത്. അയ്യോ എന്ത്
കുട്ടി വെളിയിരുന്ന് കളിക്കരുത് ഓരോന്ന് കണ്ട് പേടിക്കുന്നു പറഞ്ഞില്ലായിരുന്നോ? പിന്നെ ഇല്ലേ, ഞാൻ എത്ര തവണ ഇതിനെ വിളിച്ചതറിയാം, വെളിയിരുന്ന് കണ്ട് അത് കണ്ട് പേടിച്ച് ഇത് കണ്ട് പേടിച്ചപ്പോൾ വരരുത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞറിയോ? അമ്മൂമ്മ ഞാൻ ഇവനെ വിളിച്ച് വെളിയിരിക്കുന്ന കണ്ടുണ്ട് ഞാൻ അകത്ത് കയറി വരാന്. എന്നിട്ട് ഇവൻ കേട്ടില്ല. അയ്യോ എനിക്ക് പേടിയാ. അമ്മ അമ്മയ്ക്ക് ഫോൺ എടുക്ക്. ഹലോ. ആ ആ ശാന്ത് ചേച്ചിയോ? എന്താ ചേച്ചി? ആ അമ്മണിയോ? ആ അമ്മണിക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുത്തോ? എന്നിട്ടെന്തോ? ആഹാ, ഒയ്യോ, അതാണോ ഇവിടെ നടന്നത്? ആ അതെ, എൻ്റെ കുട്ടുമ്പം ദേ പേടിച്ച് ഓടി വന്ന് അമ്മണി കണ്ടോണ്ട്. ആ ആ ആ ഓ ശരി ഇപ്പം ചേച്ചി വിളിച്ചു പറഞ്ഞില്ലാന്ന് ഞങ്ങളെല്ലാം പേടിച്ചേനെ. ആ ശരി ചേച്ചി, ഓക്കെ. എന്തു പടി? അമ്മ ഇപ്പം വിളിച്ചത് ശാന്ത ചേച്ചിയാ. അമ്മണിക്കാണെങ്കിൽ ശാന്ത ചേച്ചി എനിക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞത് കരിയും കൊണ്ട്. അത് അവൾ പറഞ്ഞു ചെയ്ത് കൊടുക്കാൻ. അമ്മണി പറഞ്ഞു നമുക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുക്കാൻ ജോലിക്ക് വിട്ട് വന്നപ്പോഴത്തേക്ക്. അപ്പോൾ എനിക്ക് ആ ചേച്ചി ശാന്ത ചേച്ചി എനിക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുത്ത്. അപ്പോൾ എനിക്ക് മുഖം മൊത്തം കരിയുടെ കളറാക്കി ഇരിക്കുമായിരുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് അമ്മണി ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കുട്ടുവിനെ കണ്ട് കുട്ടിനോട് എന്താ ചോദിച്ച് കുട്ടു പേടിച്ച് ഓടിയെന്ന് പറഞ്ഞു. അയ്യോ അതാണ് സംഭവം. ആഹാ, അമ്മണി മുഖത്ത് എന്നിട്ട് വരട്ടിയതാണ് ഇവൻ കണ്ടതപ്പം. അയ്യോ അമ്മ ചേച്ചി എന്താ മുഖത്തിട്ട് വെച്ചേക്കുന്നേ? അത് അവരുടെ അമ്മ ഫേഷ്യൽ ചെയ്ത് കൊടുത്ത അവക്ക് അമ്മണിക്ക്. അത് കണ്ടോണ്ടാ നീ പേടിച്ചത്. അത് കരിയാ വരട്ടി കൊടുത്തത്. കരിയുടെ എന്താ ഫേഷ്യലാന്നാ പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ കറുത്തിരുന്ന് മുഖം. അത് കണ്ട് കുട്ടു പേടിച്ച്. മോനെ എന്തൊക്കെയായാലും ഇനി തൊട്ടിനി വെളി ഇറങ്ങിയെന്ന് കളിക്കരുത് കേട്ടോ രാത്രി ഒറ്റയ്ക്ക് കേട്ടോ. ഇവരാരെങ്കിലും കൂട്ടണം, അല്ലെങ്കിൽ വെളി ഇറങ്ങിയെന്ന് കളിക്കരുത് രാത്രി കേട്ടോ. ഇതോടുകൂടി പാഠം പഠിച്ചോണേ. ആ ശരി അമ്മമ്മേ. അവന്റെ